കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അർജുൻ, ഇതുപോലെ എന്നും വാരി തരൂ എനിക്ക്. ടിഫിൻ വാരി തന്ന എന്റെ സ്നേഹമുള്ള ഭർത്താവിന് നന്ദി. പ്രിയമുള്ളവനേ, 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 വിരഹവുമെന്തൊരു മധുരം, മുറിവുകളെന്തൊരു സുഖദം. പ്രിയമുള്ളവനേ, പ്രിയമുള്ളവനേ, വിരഹവുമെന്തൊരു മധുരം, മുറിവുകളെന്തൊരു സുഖദം. ഒറ്റയ്ക്കു നിൽക്കേ ഓർക്കാതെ മുന്നിൽ വന്നു നിന്നില്ലേ, അക്കരയ്ക്കേതോ തോണിയിലേറി പെട്ടെന്നു പോയില്ലേ, അന്നു രാവിൽ ആ ചിരിയോർത്തി നീ താങ്ക്സ് പറഞ്ഞില്ലേ? അപ്പോ ഞാനും പറയണ്ടേ? എന്താ? അത് പറയില്ല. നിനക്കറിയില്ലേ? ഓക്കെ, എങ്കിൽ ഞാൻ പറയാം. എന്താ? കണ്ണാടി വാതിൽ നീ തുറന്നുവോ, അഞ്ചാറു പൂക്കൾ നീ എറിഞ്ഞുവോ, നെഞ്ചോട് ചേർത്ത് ഞാൻ ഉണർന്നു പോയി, അരികെ നിന്നെ കണ്ടില്ല. ഈ മഞ്ഞ കാലത്തിലെ കാന്തദാഹത്തിൽ ആളുന്നു തീ എന്ന പോ, ഹേമന്തരാവിന്റെ ആഴത്തിൽ നിന്നേതോ നാളങ്ങളായ എന്നിൽ നീ വെൺമുഖില താണിറങ്ങിവ തവളയ നീ പുണർന്നുവാ
സൂചിമുഖി ജാലങ്ങളാൽ കൈനീട്ടുമീ വനങ്ങൾ ഏതോർമ്മയിൽ ചായുന്നിതാ ഈരൻലതാങ്കുരങ്ങൾ ഒരേ ഒരു പൂവിൻ മുഖസ്മിതം ഒരായിരം അമ്മേ നാഗദേവതേ, പറയൂ ഗുരുദേവ, എന്നെ എന്തിനാ വിളിച്ചത്? ഞാൻ എന്തിനു വേണ്ടിട്ടാ പോയതെന്ന് അങ്ങേക്ക് അറിയാവുന്നതല്ലേ? എന്തിനാ എന്നെ തിരികെ വിളിച്ചത്? എന്റെ പ്രഭുവിന് വേണ്ടി ഞാൻ വിളിച്ചതാ. ആ മുഖത്തേക്കൊന്ന് നോക്ക്. പ്രഭു, 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 പ്രഭു. എന്റെ പ്രഭുവിന്റെ മുഖം എന്തുകൊണ്ടാ ഇങ്ങനെ നിറം മാറുന്നത് ഗുരുദേവ? പ്രഭു, എന്റെ പ്രഭുവിന് എന്താ പറ്റുന്നത്? ഗുരുദേവ, എന്റെ പ്രഭു എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പ്രഭു, എഴുന്നേക്ക് പ്രഭു. പനീന്ദ്രന്റെ ശരീരത്തിലെ രക്തമെല്ലാം ആവിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ശരീരം ഇങ്ങനെ വിളറി നിറം മാറിയിരിക്കുന്നത്. നിന്റെ പ്രഭു ഇപ്പോ മരണത്തിന്റെ തൊട്ടടുത്തുണ്ട് മോളെ. അങ്ങ് എന്തായി പറയുന്നത് ഗുരുദേവ? മരണത്തോട് മല്ലടിക്കുന്ന നിന്റെ പ്രഭുവിനെ രക്ഷിക്കണമെങ്കിൽ നീ ഒട്ടും വൈകാതെ തന്നെ ആ അർജുനെ കൊല്ലണം. അതാണ് ഒരേ ഒരു വഴി. ഈ ഒരവസ്ഥ മാറുന്നതിന് മുന്നേ നീ അർജുനെ കൊല്ലുന്നതല്ലാതെ മറ്റു മാർഗങ്ങളില്ല മോളെ. ഈ ഒരു കാര്യം പറയുന്നതിനാണ് നിന്നെ വിളിക്കേണ്ടി വന്നത് മോളെ. പ്രഭു, 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 അങ്ങേ ഞാൻ രക്ഷിക്കും പ്രഭു. എങ്ങനെയെങ്കിലും ഞാൻ രക്ഷിച്ചിരിക്കും. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ കുലത്തിന്റെ ശത്രുവായ ആ വിനതാദേവിക്ക് പൂജ ചെയ്ത് ഒരു ഏലസ് അവർ വരമായി നേടി. ആ ഏലസ് ശരീരത്തിൽ ധരിച്ച് മൃത്യുവിൽ നിന്ന് രക്ഷ നേടാനായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയായാലും ശരി, ആ ഏലസ് അവന്റെ കയ്യിൽ നിന്ന് മാറ്റി ആ അർജുനെ ഞാൻ ഉറപ്പായും വധിച്ചിരിക്കും. ഇന്ന് ഞാൻ അവനെ കൊല്ലും. അങ്ങേ ഞാൻ രക്ഷിക്കുകയും ചെയ്യും. അങ്ങയുടെ ജീവൻ ഞാൻ തിരികെ തരും. മുത്തശ്ശി, ആരതി തൊഴുതോളൂ. പൂജയൊക്കെ കഴിഞ്ഞ മോളെ. ഭവാനി തൊഴുതോ മോളെ? ഇല്ല. ഭവാനി, അർജുൻ, രണ്ടുപേരും വന്ന് ആരതി തൊഴുതേ. ഗുഡ് മോർണിംഗ് മുത്തശ്ശി. അമ്മയെ നമസ്കാരമുണ്ട്. നമസ്കാരം. വാ ജോത്സരെ, വന്നാലും. ജോത്സർക്ക് ടീയോ കോഫി എന്തെങ്കിലും എടുക്കട്ടെ? ഏയ് ഒന്നും വേണ്ട മോളെ, വീട്ടിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്.
രാവിലെ ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞു. എന്തിനാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ജോത്സ്യരെ. ആ, അമ്മ പറഞ്ഞത് കൊണ്ടാ ഞാൻ കൃത്യം മുഹൂർത്തം കുറിച്ചിങ്ങ് പോന്നത്. ഇന്ന് രാത്രി കൃത്യം 10:32 വളരെ നല്ലൊരു മുഹൂർത്തമുണ്ട്. ആ മുഹൂർത്തം വേണ്ടച്ചാ വേറെ നോക്കി പറയാം. വേണ്ട ജോത്സ്യരെ, ഇത് തന്നെ നല്ല മുഹൂർത്തമല്ലേ. ഈ മുഹൂർത്തത്തിൽ തന്നെ നടത്താം. മുഹൂർത്തം എന്തിനാ അമ്മേ? എന്തിനാണെന്ന് എന്തിനാ ചോദിക്കുന്നേ? അവരുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞില്ലേ, അതുകൊണ്ട് അങ്ങനൊരു നല്ല കാര്യം കൂടി നടക്കേണ്ടതില്ലേ? ആ, കൗസല്യേ, ഇപ്പൊ നീ എന്താ ചെയ്യേണ്ടെന്നറിയോ? മനസ്സിലായി മുത്തശ്ശി. എല്ലാ കാര്യങ്ങളും എനിക്ക് വിട്ടു തന്നേക്ക്, ഞാനെല്ലാം നന്നായി നോക്കിക്കൊള്ളാം. പോരെ? ശരി മോളെ, ശരി ശരി. എന്റെ അനിയന്റെ മുഖത്ത് നാണം ആരെങ്കിലും ശ്രദ്ധിച്ചോ? അവരുടെ ഒരു നാണം കണ്ടോ? എന്താ ഇതൊക്കെ ഇന്ന് രാത്രിയാണോ ശാന്തി മുഹൂർത്തം? ആ, ചെയ്തല്ലോ. ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നല്ല ദിവസവും നല്ല സമയമൊന്നും നോക്കാതെ ഇങ്ങനെ ശാന്തി മുഹൂർത്തം തീരുമാനിക്കാമോ? അതിന് കൃത്യസമയം നോക്കണ്ടേ? കുട്ടി എന്താ അങ്ങനെ പറഞ്ഞേ? ശാസ്ത്രം അറിയാവുന്ന ഞാൻ നന്നായി ഗണിച്ചു നോക്കാതെ മുഹൂർത്തം കുറിക്കുന്നാണോ മോളെ? പഞ്ചാംഗം നോക്കി, രാശി നക്ഷത്രങ്ങൾ നോക്കി, പേരും പൊരുത്തവും അടക്കം നോക്കാതെ ഞാൻ മുഹൂർത്തം കുറിക്കുമെന്ന് ചിന്തിക്കാൻ കാരണം എന്താ? എന്നെക്കാൾ നന്നായി അറിയാവുന്ന പോലെയാണല്ലോ കുട്ടി പറയുന്നേ. മല്ലി, നീ എന്തറിഞ്ഞിട്ടാ ശാന്തി മുഹൂർത്തത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? അത് പിന്നെ എന്റെ മനസ്സിനെന്തോ ശരിയായി തോന്നിയില്ല, അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ. മല്ലി, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനും അർജുനും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്നല്ലേ നീ ആഗ്രഹിക്കുന്നത്? നമ്മൾ രണ്ടുപേരുടെയും വിവാഹം നടന്നു കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും അച്ഛനോട് പറഞ്ഞ് ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചത് നീ തന്നെയല്ലേ? ഇപ്പൊ ഈ ശാന്തി മുഹൂർത്തം നടക്കുന്നതിൽ എന്തോ എതിർപ്പുള്ളത് പോലെയല്ലേ നീ സംസാരിക്കുന്നത്? ഞങ്ങളുടെ കല്യാണത്തിന്റെ ദിവസം പോലും നീ വന്നിട്ടില്ല. ഞങ്ങൾ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാൻ നിനക്ക് ആഗ്രഹമില്ലേ? ഞാനെന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഭവാനി? അങ്ങനെയാണെങ്കിൽ നീ എനിക്കൊരു സത്യം ചെയ്തു തരണം മല്ലി. സത്യം ചെയ്യാനോ? എന്തിനാ? നീ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ വ്രതം അനുഷ്ഠിച്ചത്. അങ്ങനെയാണ് പക്ഷാഘാതം ബാധിച്ച അച്ഛൻ തിരിച്ച് ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. നീ എനിക്ക് തുണയായി ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ ആർക്കും ഒരാപത്തും സംഭവിക്കാൻ പോകുന്നില്ല. അതിനാ പറയുന്നത്. നീ നേരിട്ട് നിന്ന് ശാന്തി മുഹൂർത്തത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരണം. അതിനാ ഞാൻ സത്യം ചെയ്യാൻ പറഞ്ഞത്. ഭവാനി പറഞ്ഞത് സത്യമാണ് മല്ലി. നമുക്കെല്ലാവർക്കും നല്ലത് മാത്രം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ മല്ലി. ആ അനുഗ്രഹം ഈ കുടുംബത്തിന് കിട്ടിയിട്ടുമുണ്ട്. ഇനിയും അങ്ങോട്ടങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് മല്ലി ഒന്ന് സത്യം ചെയ്യണം. സത്യം ചെയ്യും മല്ലി. ശാന്തി മുഹൂർത്തത്തിനുള്ള എല്ലാ കാര്യങ്ങളും നീ തന്നെ ചെയ്യുന്ന.
എല്ലാ നല്ല കാര്യങ്ങളും അറിഞ്ഞും കണ്ടും ഒക്കെ ചെയ്യുന്ന നീ ഈ കാര്യത്തിൽ എന്തിനാ ഇങ്ങനെ അമിത ഉത്കണ്ഠ? സത്യം ചെയ്യുമല്ലേ? നാഗമാതാവ് തന്റെ ഭക്തയായ ഭവാനിയുടെ ഭർത്താവിനെ കൊല്ലുമെന്ന് ശപഥം എടുത്തിരിക്കുകയാണ്. അപ്പൊ അതേ നാഗമാതാവ് തന്നെ രണ്ടുപേർക്കും ശാന്തി മുഹൂർത്തം നടത്താമെന്ന് ഭവാനിക്ക് വാക്ക് കൊടുത്തിരിക്കുകയാണ്. നാഗമാതാവ് അവിടുത്തെ ശപഥം നിറവേറ്റാൻ പോവുകയാണോ അതോ ഭവാനിക്ക് കൊടുത്ത വാക്ക് നിറവേറ്റാൻ പോവുകയാണോ എന്നറിയില്ലല്ലോ. എന്താ നടക്കുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. എടുത്ത ശപഥത്തിനും കൊടുത്ത സത്യത്തിനും ഇടയിൽ അങ്ങ് എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നത് മഹാദേവ? ചോദിക്കുന്ന വരം നൽകി പ്രശ്നങ്ങൾ തീർക്കുന്ന നീ തന്നെ ഇപ്പൊ നൽകിയ വരത്തെ അഴിക്കാൻ കഴിയാത്തൊരു കുരുക്കാക്കി മാറ്റി അങ്ങയുടെ ലീലകൾ കാണിക്കുകയാണോ മഹാദേവ? എല്ലാ അങ്ങയുടെ മായകൾ, അല്ലാതെ എന്ത് പറയാൻ. ഞാനിവിടെ അർജുനെ കൊല്ലാനാ ശ്രമിക്കുന്നത്. എന്നാൽ ഞാൻ കൊടുത്ത താലി തന്നെ എനിക്കിപ്പോ തലവേദനയായി. ഇനിയിപ്പോ ഇവർക്ക് ശാന്തി മുഹൂർത്തം കൂടെ നടന്നാ അതിനുശേഷം ഇവരുടെ ബന്ധം കൂടുതൽ ദൃഢമാകുകയുള്ളൂ. അതുപോലെ നടക്കാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യ ഇപ്പോ? അതിന് ഞാൻ എന്താ ചെയ്യ? അന്ന് നടന്നതുപോലെയുള്ള സംഭവം എന്തെങ്കിലും അർജുനും ഭവാനിക്കും വരുമോന്ന് എനിക്ക് പേടിയുണ്ടമ്മേ. ഒരിക്കൽ അങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിച്ച് എപ്പോഴും അങ്ങനെ സംഭവിക്കുമെന്ന് എന്തിനാ നീ വിചാരിക്കുന്നത്? ഈ തവണ ആ നാഗദേവത കാരണം യാതൊരു തടസ്സവും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി സ്വാമിജി ഒരു പരിഹാരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടെ നിന്ന് എല്ലാ കാര്യവും ചെയ്തു കൊടുക്കാമെന്ന് ഞാൻ ഭവാനിക്ക് വാക്ക് കൊടുത്തത് കൊണ്ട് ശാന്തി മുഹൂർത്തത്തിന് മുന്നേ തന്നെ അർജുനെ ഞാൻ കൊന്നിരിക്കണം.